ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പോക്കോ X3 Pro ഇപ്പം അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ആ ബോക്സിൻ്റെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ വരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ബാക്കിൽ വരുന്ന സംഭവം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ അവർ ആ Qualcomm Snapdragon 860 ആ ഒരു കാര്യമാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത് ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ അത് കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ കാര്യം പറയുന്നുണ്ട്. 120 Hz LCD പാനൽ ഡിസ്പ്ലേയുടെ കാര്യം വരുന്നുണ്ട്. പിന്നെ 48 MB AI ക്വാഡ് ക്യാമറ അതിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. പിന്നെ ബാറ്ററി ലൈഫ് 5160 mAh ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഞാൻ സത്യം പറഞ്ഞ് വിചാരിച്ചത് പോക്കോ X3 NFC വേർഷനിൽ ഇതേപോലെ ആയിരുന്നു, 5160 mAh ആയിരുന്നു. പിന്നെ നോർമൽ ഇന്ത്യയിലോട്ട് വന്നപ്പോഴത്തേക്ക് അത് 6000 mAh അതുപോലെ ഇതിനകത്ത് വന്നില്ല. അത് എന്തോ വിടാം. പിന്നെ നമുക്ക് ആ ഒരു വേരിയൻറ്റ് ഞാൻ എടുത്തേക്കുന്നത് 6GB 128GB ആണ്. അത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് തന്നെ എനിക്ക് വരുന്നത് തോന്നുന്നു ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും മിക്കവാറും കേസും കൂടെ കാണും. നമുക്ക് നോക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. കേസ് ഉണ്ടാവാനാണ് സാധ്യത. കേസ് ഉണ്ട് കേട്ടോ. എന്തായാലും കേസ്, കാരണം ഞാൻ കഴിഞ്ഞ തവണ റെഡ്മി നോട്ട് 10 അൺബോക്സ് ചെയ്തപ്പോഴത്തേക്കും ആണെങ്കിൽ കേസ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ മാനുവലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണെങ്കിൽ നമുക്കിപ്പോൾ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് കേസിലോട്ട് വരുമ്പോഴത്തേക്കും കുഴപ്പമില്ല. പൊട്ടിച്ചു നോക്കട്ടെ. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉള്ളൊരു കേസാണ്. വലിയ തോതിലുള്ള ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും ഒരു താൽക്കാലിക ഒരു രീതി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ധാരാളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് മതിയോ? ഇത് നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫോണ് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഇതിൻ്റെ അടിയിലും എന്തായാലും കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നമുക്ക് നേരെ ഫോണിലോട്ട് കിടക്കാം. അപ്പോൾ തൽക്കാലം മാറ്റി വയ്ക്കാം. ഇനി കേബിൾ എനിക്ക് തോന്നുന്നു Type A to Type C ആയിരിക്കണം മിക്കവാറും. അതെ, Type A to Type C തന്നെയാണ് കേബിൾ വരുന്നത്. അപ്പോൾ ചാർജറും ഇപ്പോൾ Type A ചാർജർ തന്നെ ആയിരിക്കും വരുന്നത്. നമുക്ക് അതും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ചാർജറാണെങ്കിൽ അത്യാവശ്യം ഒന്ന് ഹെഫ്റ്റി ചാർജറാണ്, കുറച്ച് വെയിറ്റ് ഉള്ളൊരു ചാർജറാണ്. പിന്നെ അതിൽ Type A പോർട്ട് കാണാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് ഫോണൊന്ന് നോക്കാം. ഫോൺ ഇതുവരെ നോക്കില്ലല്ലോ. ഇത് പൊട്ടിക്കട്ടെ ആദ്യം. നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഉള്ള ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട്. സെയിം പോക്കോ X3 പോലെ തന്നെ തോന്നുന്നു എനിക്ക്. ഇച്ചിരി പോലും മാറ്റമില്ല ആ ഡിസൈനിലൊന്നും. സെയിം ആ ഒരു ഡിസൈൻ തന്നെ. ക്യാമറ മോഡ്യൂൾ വരെ സെയിം, എല്ലാം സെയിം. മീൻസ് ക്യാമറ സ്പെസിഫിക്കേഷൻ ചിലപ്പോൾ മാറ്റം കാണും, ബാക്കി പക്ഷേ ആ ഒരു വെയിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് തോന്നുന്നുണ്ട്. പോക്കോ X3 പോലെ തന്നെ ആ ഒരു ഗ്രിപ്പും എല്ലാം സെയിം, ആ ഒരു വ്യത്യാസവും തോന്നുന്നില്ല. ഇനി നമുക്കൊന്ന് ഞാനൊന്ന് ബൂട്ട് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫുള്ളൊന്ന് ബൂട്ടാവട്ടെ. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഏകദേശം ബൂട്ടായി തീരാറായി, ലോഡായി വരുന്നു. അപ്പം ഈ ഒരു സമയം അത്യാവശ്യം സ്ലോ ആയിരിക്കും, കാരണം നമുക്ക് ആ കറക്റ്റ് പെർഫോമൻസ് ഈ ഒരു സമയത്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചൊരു കൂൾ ഡൗൺ ടൈം കൊടുക്കണം അല്ലേ. സ്റ്റാർട്ട് ആയതല്ലേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എനിക്ക് ഷെയർ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് കുറേ പേഴ്സണലൈസ് ആഡ്സ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ആദ്യം വരുന്നുണ്ട്. പേഴ്സണലൈസ് ആഡ്സ് മാത്രമാണത്, അല്ലാതെ കംപ്ലീറ്റ്ലി ആഡ്സ് മൊത്തമല്ല. സോ ഒരു ആഡ് ഫ്രീ എൻവിറോൺമെൻറ്റ് നമുക്ക് കിട്ടത്തില്ല. കുറേയൊക്കെ ഒരു ആഡ്സ് ഫ്രീ ആയിരിക്കും. പോക്കോയുടെ ക്ലീൻ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരിയൊക്കെ ഒരു വ്യത്യാസം കാണും, എന്നാലും വലിയ തോതിലുള്ള വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാത്തത്. പിന്നെ ഞാൻ കുറച്ച് ബെഞ്ച് മാർക്കിംഗ് ആപ്ലിക്കേഷൻസൊക്കെ ഒന്ന് റൺ ചെയ്ത് നോക്കിയായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ റൺ ചെയ്ത് ഗീക്ക് ബെഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സിംഗിൾ കോർ സ്കോർ 775 ആ ഒരു സ്കോറാണ് വന്നേക്കുന്നത്. പിന്നെ മൾട്ടി കോർ സ്കോറിലോട്ട് പോകുമ്പോഴത്തേക്കും 2291 എന്നുള്ള ആ ഒരു സ്കോറാണ് വന്നേക്കുന്നത്. അത്യാവശ്യം വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു സ്കോറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഫോണും ഇപ്പം ഈ ഒരു സമയത്ത് വരുത്തുന്നില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി തന്നെ ഉറപ്പിക്കാം. ഞാനിപ്പം കമ്പാരിസൺ നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാം OnePlusൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസും പിന്നെ
സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസൊക്കെയാണ് ഈ ഒരു സ്കോഴ്സിൻ്റെയൊക്കെ അടുത്ത് വന്നിരിക്കുന്നത്. ബാക്കി ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ബാക്കിയുള്ള ഫോൺസ് എല്ലാം ഒരു 600, 500, 400 റേഞ്ചിലൊക്കെയാണ് വന്ന് കിടക്കുന്നത്. അപ്പോഴത്തേക്കും ആ ഒരു വ്യത്യാസം നമുക്ക് ഭയങ്കരമായിട്ട് തന്നെ മനസ്സിലാവും. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇപ്പം ബെഞ്ച് മാർക്കിംഗ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു കിങ് ആയിട്ട് തന്നെയാണ് ഗീക്ക് ബെഞ്ചിൻ്റെ റിസൾട്ട്സിൽ നമുക്ക് ഈ ഫോണിൻ്റെ ആ ഒരു പെർഫോമൻസ് കാണാൻ പറ്റുന്നത്. പിന്നെ ഞാൻ AnTuTu സ്കോറാണ് നോക്കിയത്. 4,44,760 ആ റേഞ്ചാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ 2 തവണ റൺ ചെയ്ത് നോക്കി. ഇപ്പം സത്യം പറഞ്ഞാൽ 8GB വേരിയൻറ്റ് കുറച്ചുകൂടെ നല്ലൊരു സ്കോർ തരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. 4,70,000 വരെയൊക്കെ സ്കോർ പോകുന്നുണ്ട്. അത് ചിലപ്പോൾ ആ ഒരു ഇതിൻ്റെ ആയിരിക്കും. ഞാനിത് 2 തവണ റൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് 4,40,000, 4,30,000 ആ ഒരു റേഞ്ചിലാണ് വന്ന് കിടക്കുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടിയത്. സോ അങ്ങനെയാണ് ഇതിൻ്റെ സ്കോർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഉടനെ തന്നെ ഈ ഫോണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണെങ്കിലും ഭയങ്കര വാല്യുബിളാണ് നമുക്ക്. സോ നിങ്ങൾ സപ്പോർട്ടും ചെയ്യുക, കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. സോ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ക്യാച്ച് യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.